ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. നമ്മളിന്ന് കോയമ്പത്തൂർ ഒരു പർച്ചേസിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് പോണത്. നമ്മൾ ഈ കയറിയേക്കണത് എനിക്ക് തോന്നുന്നത്, ഞാൻ മറന്നുപോയി ആക്ച്വലി, ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ കോയമ്പത്തൂരിലോട്ടുള്ള യാത്രയിലാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഏകദേശം കോയമ്പത്തൂർ എത്താറായപ്പം ഫ്രണ്ടിൽ കണ്ട വ്യൂ ആണിത്. ഈ മലയാണ് നമ്മള് കുമ്പളങ്ങി നോക്കുമ്പോ കാണുന്നത്. കണ്ണങ്കാട്ട് മരത്തിൽ നോക്കുമ്പോ മല പോയി മലാണത് കേട്ടോ. മല വരെ വിളിച്ചോടിക്കാണ്. സത്യം പറഞ്ഞ ഇതല്ല ഈ മലയിലിട്ടത്. അത് ഇടുക്കിയിലെ മലയാണ്. കേട്ടില്ലേ, ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് കമന്ററി പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിച്ച് നടത്താനും പറഞ്ഞൊക്കെയാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പേർച്ചേസിന് വേണ്ടി പോണെന്നുള്ളൊരു മൈൻഡൊന്നും ആയിരുന്നില്ല. നമ്മളൊരു ട്രിപ്പ് പോകണം എന്നുള്ളൊരു ഫീലിലാണ് ഞങ്ങള് കോയമ്പത്തൂർ എത്തിയത്. സോ നമ്മളുടെ ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വാൾപേപ്പർ ഒക്കെ കിടക്കും. വാൾപേപ്പർ தெரியாதா இந்த வால்பேப்பர்? அங்கயா ഇനിയും പോണം. അപ്പൊ ഇതല്ല നമുക്ക് ഫസ്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് കുറച്ച് വാൾപേപ്പേഴ്സ് ആയിരുന്നു. അപ്പൊ ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ കുറച്ച് ഷോപ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. അതായത് ഭയങ്കര വലിയ സെറ്റപ്പ് ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോഴേക്കും ചെറിയൊരു കടയായിരുന്നു. ഇപ്പൊ 10 മണിക്കൂടെ എത്തിയെന്ന്. 10 മണിക്ക് എത്തിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ഒരാള് തന്നെ ഉണ്ടല്ലോ. വാൾപേപ്പറിന്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നേരത്തെ ഇവിടെ ആയിരുന്നു. ഇപ്പൊ അവര് ഇവിടെ നിന്ന് മാറിപ്പോയി വേറെ വലുതാക്കിയത്. വലുതായിട്ട് പോ. അതുകൊണ്ട് അതെവിടെയെന്ന് അറിയാൻ ആ നമ്പറിൽ വിളിച്ചു നോക്കാം. വലുതാക്കിയെന്നാ പറയണ, നമുക്ക് നോക്കാം. ഇതണ്ടാ ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച കട. നമ്മള് ഇവരുടെ പഴയ കടയാണ് കണ്ടത്. പുതിയ കട വലുതാക്കി പണിതിട്ടുണ്ടെന്ന് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് നമ്മ ഇപ്പൊ വലിയ കട തപ്പിയാണ് ഈ പോണത്. അവര് പറഞ്ഞ ലൊക്കേഷനിൽ നമ്മൾ വന്ന് നോക്കിയപ്പോഴേക്കും ഇതുപോലുള്ള പറമ്പാണ് കണ്ടത്. അവിടെ കടയില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മളവര് കോൾ ചെയ്തപ്പോ അവര് പറഞ്ഞു അവരുടെ കടയിലുള്ള ആരെങ്കിലും നമ്മൾ വിടാം, അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത അവസാനം അവര് വീണ്ടും ഒരു ലൊക്കേഷൻ അയച്ച് ആ ലൊക്കേഷനിലേക്ക് ഇറങ്ങിയെത്തിയപ്പോൾ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് തന്നെയായിരുന്നു സത്യത്തിൽ ഇവരുടെ കടയുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അതായത് അവിടെ സൈഡിലുണ്ടായ പണിക്കാർക്ക് ഈ കടയെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇതിന്റെ ഓണേഴ്സ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു പണിക്കാരനോട് ആ ഡോറ് തുറന്നിട്ടാണ് നമ്മൾ വാൾപേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയത്. ഇവിടെ അത്യാവശ്യം വാൾപേപ്പേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളപ്പം ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്യാണ്ട് ആദ്യമേ ഒരു 2-3 സ്ഥലത്ത് നമുക്ക് പോയി നോക്കാം. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അതിലോട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പോകാം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുറത്ത് തന്നെ കാണാൻ പറ്റും വാൾ സ്റ്റിക്കേഴ്സ്. സ്ക്വയർ ഫീറ്റിന് 7 രൂപ തുടങ്ങി നമുക്കിവിടെ സ്റ്റാർട്ടിങ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോയമ്പത്തൂർ ഇതുപോലത്തെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ 3 ഷോപ്പ് മെയിൻ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ പോയത്. അപ്പൊ ഈ സെക്കൻഡ് ഷോപ്പിൽ കയറിയപ്പോഴേക്കും കുറച്ചും കൂടെ ഐറ്റംസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നി. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഐറ്റംസ് നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം. അവർക്ക് അവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ അല്ല. പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അവർ 2 ഡേയ്സിനുള്ളിൽ ഡെലിവറി തരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടുത്തെ കുറച്ച് റെഫറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കുറേ ഡിസൈൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് നമുക്കിത് ഉറപ്പിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഷോപ്പൊക്കെ നോക്കണം, റേറ്റ്സ് നോക്കണം, നെഗോഷിയേറ്റ് ചെയ്യണം. മെയിനായിട്ട് കോയമ്പത്തൂരുള്ള കാര്യം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഇത് അത്യാവശ്യം നല്ലൊരു ഷോപ്പായിരുന്നു. അങ്ങനെ നമ്മുടെ 2ാമത്തെ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ 3rd ഷോപ്പിലോട്ട് നമ്മൾ വന്നേക്കണാണ്. ഇതും ഭയങ്കര വലിയൊരു സെറ്റപ്പിലായിട്ട് ഉള്ള കടയൊന്നും അല്ല. ഒരു മുറി മാത്രമുള്ള ഒരു ഷോപ്പ് മാത്രമാണ്. കാരണം അവർക്ക് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ആൽബംസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് റെഫറൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റെഡി സ്റ്റോക്ക് ആയിട്ട് അവർക്ക് അവൈലബിൾ ആണ് അവരുടെ ഗോഡൌണിലെന്നാണ് പറഞ്ഞത്. അതല്ല, നമുക്കിപ്പം കുറച്ചും കൂടെ വേറെ ടൈപ്പ് ഡിസൈൻസ് എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് കൊച്ചിയിൽ ഡെലിവറി കിട്ടുമെന്ന് അവർ പറഞ്ഞു.
അപ്പം നമുക്ക് ഇവിടത്തെ കുറച്ച് ഡിസൈൻസ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്, നമ്മുടെ കളറിനനുസരിച്ചുള്ള ഇതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തേർഡ് വന്ന ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വരുന്ന വഴിയിൽ ഇതുപോലെ കരിമ്പും പിന്നെ ഇങ്ങനെ തട്ടിലൊക്കെ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഉച്ച ടൈമിലാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തണത്. കറക്റ്റായിട്ട് ഈ സ്ഥലങ്ങളുടെ പേരൊന്നും വലിയ ഐഡിയ ഇല്ല, പക്ഷെ കരിമ്പൻ ജ്യൂസ് അടിപൊളിയായിരുന്നു. കോയമ്പത്തൂർ അത്യാവശ്യം നല്ല രീതിക്ക് കരിമ്പ് കൃഷി ഉള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് കരിമ്പ് ജ്യൂസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. നല്ല മധുരം, അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല ആശ്വാസമായിരുന്നു. പിന്നെ ദാഹം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണതാണല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പൊ അതിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അടുത്തത്. എവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കും, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ. അപ്പൊ ഞാൻ കുറച്ച് അന്വേഷിച്ച് വെച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം ഫേമസ് ആണെന്ന്. അങ്ങനെ ബിരിയാണിയുടെ കട തപ്പിയാണ് ഈ നടക്കണത്. SS ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം കുറെ റീൽസ് കണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്പോട്ടിലോട്ടാണ് പോണത്. റീൽസും വീഡിയോസും കണ്ടതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഫേമസ് ആണെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. കാരണം അത്യാവശ്യം നല്ലപോലെ പാർസലും പോണ്ടായിരുന്നു. അതായത് ഒരു സൈഡിൽ പാർസൽ കൗണ്ടറും ഒരു സൈഡിൽ ഹോട്ടലായിട്ട് നമുക്ക് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ബിരിയാണി കഴിക്കാം. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചെന്ന് ഇരുന്നിട്ട് കുറച്ചേരം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, എന്താ ഇങ്ങനെ പറയും എന്നുള്ളത്. അവസാനം ഞങ്ങൾ കണ്ണും പൂട്ടി പറഞ്ഞു 4 ബിരിയാണിന്ന്. ഞങ്ങൾ 4 ബിരിയാണി എന്ന് പറയണ കേട്ടിട്ട് ആ ചെക്കൻ ഞെട്ടിപ്പോയി ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണി തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് എന്നാണ് ആള് പറഞ്ഞത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു 4 ബിരിയാണി എടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും, ഒരു ബിരിയാണി എടുത്താൽ മതിയെന്ന്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇതുപോലെ വഴുതനങ്ങയുടെ ഒരു കറി പോലത്തെ ഒരു സാധനവും തന്നു, പിന്നെ കുറച്ച് സാലഡും തന്നു. അങ്ങനെ നമ്മൾ ഒരു ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. സാലഡ് മാത്രമല്ല അതിന്റെ കൂടെ ഒരു ഡെസേർട്ട് നമുക്ക് തന്നായിരുന്നു. ഇത് ആക്ച്വലി കേസരി പോലത്തെ ഒരു സംഭവമായിരുന്നു. കേസരി ആണോ അല്ലെങ്കിൽ കോയമ്പത്തൂർ ഫേമസ് ആയിട്ടുള്ള കോരി കഴിക്കുന്ന ഹൽവയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബട്ട് നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് അത്യാവശ്യം തിരക്കുള്ള കടയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നില്ലേ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കാൻ വേണ്ടി പോയത്. അപ്പൊ അവര് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോർ ഫുള്ളാണ്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ചെന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ഫസ്റ്റ് വന്നത്. ഇതിന്റെ ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോരം ക്വാണ്ടിറ്റി ആണെന്ന്. അതിനുശേഷം നമ്മുടെ മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട്. ഈ ബിരിയാണിയുടെ ഇത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആലോചിച്ച ഒരാൾ ഒരു ബിരിയാണി വെച്ചെടുത്തേച്ചെങ്കിൽ എങ്ങനെ കഴിച്ചു തീർത്താനേന്ന്. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ആർക്കും കഴിക്കാൻ പറ്റുള്ള വയറങ്ങോട്ട് നിറഞ്ഞിട്ട് താൻ കഴിച്ചോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊടുത്ത് കളിക്കണായിരുന്നു നമ്മള്. എല്ലാ ബിരിയാണിയുടെ അകത്തും ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടാ. നമ്മുടെ അവിടെ ഇപ്പൊ ബിരിയാണിയുടെ കൂടെ മുട്ടയൊന്നും കിട്ടാറില്ല, ഭയങ്കര റെയർ ആയിട്ട് മാത്രം ഏതെങ്കിലുമൊക്കെ ഒരു കടയിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാ ബിരിയാണിയുടെ അകത്തും മുട്ട ഉണ്ടായിരുന്നു. അതും ബിരിയാണിയുടെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. നമ്മള് സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇടയിലാണ് വന്നത്. പിന്നെ അതും കഴിച്ചു നമ്മൾ ഇവിടെ നിന്ന്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കറങ്ങാനൊക്കെ പോയി. കുറച്ച് കസിൻസിന്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായി. അവിടെയൊക്കെ പോയതിന് ശേഷം നമ്മൾ ഇപ്പൊ ഉക്കടം മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ, അതായത് കാർ ആക്സസറീസ്, അതുപോലത്തെ കുറച്ച് മെഷീൻസ്, അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഈ ഉക്കടം മാർക്കറ്റിൽ നല്ല ലാഭത്തിൽ കിട്ടും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോ അവിടെ നമ്മളൊന്ന് പോയായിരുന്നു. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ വേറെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. എന്തെങ്കിലും നമ്മളെ കാണുമ്പോൾ വാങ്ങിക്കാം. അങ്ങനെ നമ്മള് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒരു വാക്യൂം ക്ലീനർ വാങ്ങിച്ച് നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പകുതി പ്രൈസേ ഉള്ളൂ ഇവിടെ ഇതിന്. അങ്ങനെ ഉക്കട മാർക്കറ്റിൽ പർച്ചേസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കോയമ്പത്തൂരുള്ള ആദിയോഗിയുടെ അവിടെയാണ്. നമ്മൾ ചെന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് അവിടെ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ ബ്ലൂ കളർ ആയിട്ടില്ലേ. ബ്ലൂ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിയുമ്പോഴാണ് ഈ ബ്ലൂ കളർ വരണേന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോ ഈ ഒരു വ്യൂ കണ്ട്. പിന്നെ കാറ് ഓടിച്ചോണ്ട് വന്നപ്പോ കുറച്ച് ലൈറ്റ്സ് മാത്രം കണ്ട്. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് ആദ്യം മുതൽ കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അതിന്റെ അടുത്തൊക്കെ ചെന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ കിട്ടിയത്. അപ്പൊ അതൊക്കെ കൂടെ എൻജോയ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ചേരം അവിടെയൊക്കെ കറങ്ങി കുറെ സംസാരിച്ചു. ഇന്ന് നമ്മുടെ കൂടെ കോയമ്പത്തൂർ വന്നത് അനീഷേട്ടനും വൈഫും ആണ്. അവര് നല്ല അടിപൊളി കമ്പനിയാണ്. ഞങ്ങൾക്ക് ശരിക്കും ബോറടിച്ചില്ല കാറിലിരുന്നിട്ട്. കാരണം കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടം വരെ എത്തണവര് കണ്ടിന്യൂസ് വർത്താനായിരുന്നു ഞങ്ങൾ എല്ലാവരും. നല്ല വൈബായിരുന്നു, നല്ല അടിപൊളി ട്രിപ്പും ആയിരുന്നു.
നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റി. ഇവിടെ ആദ്യോഗിയുടെ അവിടെ വരാനും പറ്റി. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടന്നു. അത്യാവശ്യം നമ്മുടെ വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറെ വീഡിയോസ് ഒന്നും നമുക്കിതിൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട്. എന്നാലും നമ്മുടെ പർച്ചേസിന്റെ ഏകദേശം സംഭവങ്ങൾ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോണ സമയത്ത് മന്തി ഇല്ലാണ്ട് എന്താ അല്ലേ, അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറി മന്തിയും കഴിച്ച് സ്വസ്ഥം സന്തോഷം. ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നത്. സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലബാർ റെസ്റ്റോറന്റിലാണ് നമ്മൾ കയറിയത്. അത്യാവശ്യം നല്ലൊരു കടയായിരുന്നു. അങ്ങനെ 2:23 ആയി. നമ്മള് ഏകദേശം BOT അവിടെ എത്തി, തോപ്പുംപടിയിലെത്തി. നമ്മൾ തൃശ്ശൂർ കണ്ട പോലെയല്ല, നമ്മുടെ കൊച്ചിയിൽ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴയും ഭയങ്കര ഇടിമിന്നലും ആയിരുന്നു. നമ്മുടെ കോയമ്പത്തൂർ ട്രിപ്പ് ഇങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.